ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് വർക്ക് പ്ലേസ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ അവിടെയുള്ള ജീവിക്കുന്ന ജനങ്ങളുടെ എന്താ പറയുക ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര സെക്യൂരിറ്റി അവർ കൊടുക്കും, ഭയങ്കര സെക്യൂരിറ്റി. ഉദാഹരണത്തിന് എവിടെയെങ്കിലും കുറച്ച് വെള്ളം എവിടെയെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അവിടെ എന്ത് ചെയ്യണം, ഇവിടെ തെന്നാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ബോർഡ് അവിടെ വെച്ചിരിക്കണം. അങ്ങനെ എങ്ങാനും ബോർഡ് വെക്കാതെ എങ്ങാനും ഏതെങ്കിലും ഒരാൾ അവിടെ എങ്ങാനും ഒന്ന് സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഡോളർ എന്ത് ചെയ്യേണ്ടി വരും, നഷ്ടപരിഹാരമായിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. അപ്പം അതേപോലെ തന്നെ ഒരു സിവിൽ എഞ്ചിനീയർ, ഇപ്പം സിവിൽ ടെക്കോ ബിടെക് കഴിഞ്ഞ എഞ്ചിനീയർ മൈഗ്രേഷൻ ചെയ്ത് ഓസ്ട്രേലിയയിൽ പോയി സൈറ്റിൽ പോകണം, കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകണം. കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകണമെങ്കിൽ ഒരു വൈറ്റ് കാർഡ് ഉണ്ട്, അതിനൊരു എക്സാം എഴുതണം. ഒരു 1 ഡേയിൽ ഒരു 6 അവർ, ചില സ്ഥലത്ത് 6 അവർ, ചില സ്ഥലത്ത് 4 അവർ, ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തിട്ട് എക്സാം എഴുതി അതിൻ്റെ ഈ വൈറ്റ് കാർഡ് ആ ഒരു സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം പഠിച്ചതിന് ശേഷം ആ വൈറ്റ് കാർഡ് കിട്ടിയാലുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകാൻ പറ്റുള്ളൂ. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡിലൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വണ്ടിയോ ആൾക്കാരോ ആ വഴി പാസ് ചെയ്യുമ്പം അവരെ വളരെ കൃത്യമായിട്ട് അവരെ സേഫ്റ്റി നോക്കിയിട്ടായിരിക്കും ആ വർക്കുകൾ അവിടെ നടക്കുന്നത്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ അടുത്ത് ഇന്ന സാധനം താഴെ വീണിട്ട് ഇത്ര ആൾക്കാർ മരിച്ചു എന്നൊന്നും അവിടെ നമ്മൾ കേൾക്കാറില്ല. അവിടെ മനുഷ്യജീവന് ഭയങ്കര വിലയാണ് അവിടെ കൽപ്പിക്കുന്നത്. അപ്പോൾ സേഫ്റ്റി ആയിട്ട് ഈ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓസ്ട്രേലിയയിലുണ്ട്. അവിടെയുള്ള ജനങ്ങളെല്ലാം അത് ഫോളോ ചെയ്ത് പോകാറുണ്ട്.